മാല റിബൺ കുങ്കുമം. വള മാല റിബൺ കുങ്കുമം. വള. ഇതിനെന്താ വില? 6 രൂപ. വള മാല റിബൺ കുങ്കുമം. ഇപ്പൊ ഒരു കുട്ടിയും ചോദിച്ച വള ഏതാ? അയിങ്ങെടുക്ക. എത്ര? 6 രൂപ. വള 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 മാല റിബൺ കുങ്കുമം. വള വള വള. താൻ ആരോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ കച്ചവടം നടത്തുന്നത്? അയ്യോ, അങ്ങനെ ഞാൻ തറവാട് അടച്ചിട്ടുണ്ടോ? ഇല്ലേ. ഇല്ലാണ്ട് തന്നിഷ്ടം പോലെ കച്ചവടം നടത്താൻ എന്താ തന്റെ തറവാട്ടുള്ള സ്ഥലമാണോ? ഇവിടെ ചോദിക്കാൻ ആളുണ്ട്. തറവാട് അടയ്ക്കാണ്ട് ഒരു കച്ചവടം പറ്റില്ല. തൽക്കാലം കയ്യിൽ പണമില്ലാഞ്ഞിട്ടാണ്. പണമില്ലാത്തവൻ കച്ചവടം നടത്തണ്ട. അങ്ങനെ പറയരുത്. വിറ്റ് കിട്ടുന്ന കാശിൽ നിന്നും തറവാട ഞാൻ അടച്ചോളാം. ഭഗവാന്റെ മുമ്പിൽ ഞാൻ കള്ളം ചെയ്യും. കള്ളം ചെയ്യില്ല അത്രേ. ആളെ കണ്ടെത്തന്നെ അറിഞ്ഞൂടെ? നടക്കും കൊണ്ട്. അയ്യോ 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 അയ്യോ. പറ്റിക്കാൻ നോക്കുന്ന ഭഗവാനെയാണ്. ആ വിചാരമില്ല ഒന്നിനും. മനഃപൂർവ്വം ആവില്ലല്ലോ ശങ്കരൻകുട്ടിയാരെ. പാവം, അയാള് കച്ചവടം ചെയ്തട്ടെ. തറവാടക കിട്ടാണ്ട് കച്ചവടം ചെയ്യേ. അത് അയാൾ കിട്ടിക്കോളും. കെട്ടട്ടെ, എന്നിട്ട് ആവാലോ കച്ചവടം. അത്രേ വേണ്ടു. വിറ്റ് കിട്ടുന്നതിൽ നിന്നും അയാളത് അടച്ചാ പോരെ? അനിയൻ തമ്പുരാന് വിഷമം തോന്നരുത്. പോരാ, ക്ഷേത്രസമിതിയുടെ തീരുമാനം മാറ്റാൻ പറ്റില്ല. എന്താ ഇവിടെ? ഒന്നുമില്ല. തറവാട കെട്ടാണ്ട സൂത്രത്തിൽ മതിൽക്കെട്ടിനകത്ത് കിടന്ന് കച്ചവടം നടത്തിയായിരുന്നു. കയ്യോടെ പിടിച്ചു. അപ്പോഴുണ്ട് അനിയൻ തമ്പുരാന്റെ ഒരു ശുപാർശ. കുട്ടൻ എന്തിനാ ഭാരിച്ച കാര്യങ്ങളിലൊക്കെ തലയിടുന്നത്? അതൊക്കെ നോക്കാൻ ഇവിടെ ഞങ്ങളുണ്ട്. തറവാടക കിട്ടിയില്ലെങ്കിൽ കച്ചവടം നടത്താൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ശരി, വേണ്ട. ഇയാളുടെ ഈ സാധനങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന എന്തിനാ? അതങ്ങ് വിട്ടുകൊടുത്തൂടെ? എവിടെയെങ്കിലും പോയി പഴിച്ചോട്ടെ. വല്ലവർക്കും വേണ്ടി മുതിർന്നവരോട് എന്തിനാ കുട്ടായി തർക്കുത്തരം? അതൊക്കെ ചീത്ത സ്വഭാവമാ. വേണ്ട, കുട്ടൻ പോയിക്കോളൂ. ശകനോട്ടിയാരെ, ആ സാധനങ്ങളൊക്കെ അത് കൊണ്ടുപോയിക്കോട്ടെ. ഈ പരിസരത്ത് ഇനി കണ്ടുപോകരുത്. പോയിക്കോളൂ. പിന്നെ മണികണ്ഠനും കൂടി പുറപ്പെടുകയായി അല്ലേ? പുറപ്പെട്ടല്ലേ പറ്റൂ. ശങ്കരനെയും കുട്ടീഷനെയും അവരുടെ പാപ്പാമാര് പുലർച്ചയ്ക്ക് മുമ്പേ പുറപ്പെടുവിച്ചു. ആ ധൃതിയൊന്നും എനിക്കില്ല. പകല് തെളിഞ്ഞിട്ട് ഞാൻ എന്റെ മണികണ്ഠനെ പുറപ്പെടുവിക്കും. അവനും വേണ്ട കുറച്ച് വിശ്രമം. അല്ലടാ മോനെ? ഒരു കാര്യം പറയാണ്ട വയ്യ കേട്ടോ. എന്താ? മണികണ്ഠനെ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാൾ ക്ഷീണമുണ്ട്. മണികണ്ഠന് നേരാൻ വണ്ണം ഞാൻ തീറ്റ കൊടുക്കണില്ല. ആരും അറിയാണ്ട് ഇവനെ കൊണ്ട് തടി പിടിപ്പിക്കണോ? അങ്ങനെ എന്തെങ്കിലും ഒന്നും ഇല്ലാണ്ട് കാറ്റ് വീഴ്ചോണ്ടാണ് വരില്ലല്ലോ. ഓ, എന്തിനാ തമ്പ്രാൻകുട്ടി എന്നോട് ഈ മുന്നച്ച വർത്തനം? കണ്ടപ്പോ ഒരു ക്ഷീണം പോലെ തോന്നി, അതുകൊണ്ടാണ്. എങ്കിൽ അങ്ങനെ തോന്നണ്ട. അത്ര തണ്ണാച്ച മണികണ്ഠൻ നേരെ കൊലത്തുള്ള തടയ്ക്കാൻ ഞാൻ അവിടെ നിന്ന് തിന്നു കൊടുത്തു വരട്ടെ. എന്താ? പിന്നെ പുഷ്പാങ്കത, ഞാൻ പറഞ്ഞ കാര്യം, മറ്റേ കാര്യം കഴിഞ്ഞ കൊല്ലം ചോദിച്ചപ്പോ ഇക്കുറി ആവട്ടെ എന്ന് പറഞ്ഞു. വന്നപ്പോ പുറപ്പെടും മുമ്പാവട്ടെ എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ട്. അതിനെന്താ തരാലോ. പക്ഷേ മാതംഗ ശാസ്ത്രത്തിൽ പറയണത് വാലി പിഴുതെടുക്കണത് ആനയ്ക്ക് ദോഷമാണ്. മണികണ്ഠന് ലേശം ക്ഷീണുണ്ടെന്ന് തോന്നിയപ്പോഴേ തമ്പ്രാൻകുട്ടിയുടെ മനസ്സ് വിഷമിച്ചു. ആനയ്ക്ക് ദോഷം വരും എന്ന് അറിഞ്ഞിട്ടും ആനവാലി വേണമെന്ന് വെച്ചാ തമ്പ്രാൻകുട്ടി പറഞ്ഞോളൂ, പുഷ്പാങ്കതം തരാം. എങ്കിൽ പിന്നെ സാരമില്ല, പോട്ടേന്ന് വെക്കാം. എന്ത് സാരില്ലാന്ന്? ആനയ്ക്ക് ദോഷം ഉണ്ടാവണതോ? അയ്യോ അല്ല, ആനവാല് വേണമെന്നൊരു മോഹം തോന്നിയില്ലേ, അത് വേണ്ടാന്ന് വെക്കാം. എന്നാലും മണികണ്ഠന്റെ ദോഷം വരണ്ട. ഇനിയിപ്പോ അടുത്ത കൊല്ലം ഉത്സവത്തിനെ കാണൂ അല്ലേ മണികണ്ഠ? നടാനെ നടാനെ അല്ല, അതിന് മുൻപൊരു വരവുണ്ട്. അതപ്പോൾ നമ്മളെ കമ്മിറ്റി പ്രസിഡന്റ് ഇല്ലേ, ബർമ രാമകൃഷ്ണ കൈമള് അദ്ദേഹത്തിന്റെ ഷഷ്ടിപൂർത്തി മകരത്തിലാണ്.
അതിനൊരു വിളക്കുണ്ട്. എഴുന്നള്ളിക്കാൻ മണികണ്ഠൻ തന്നെ വേണമെന്ന് അധികം ആളെ പറഞ്ഞിട്ടിരിക്കുക. ഓ നന്നായി, ഇടയ്ക്കൊരു വരവായല്ലോ. എന്നാ വരട്ടെ. ആ ഉത്സവം കഴിഞ്ഞ് എല്ലാരും പോകുമ്പോ സങ്കടാ. എന്നും ഉത്സവമായാ മതിയായിരുന്നു. കൊട്ടും മേളവും എഴുന്നള്ളിപ്പും ഇല്ലാന്നല്ലേ ഉള്ളൂ. മനസ്സിൽ നമുക്ക് എന്നും ഉത്സവല്ലേ കുട്ടാ? ഏ? ഞാനിപ്പോ ഇരിക്കുന്ന ഈ കൊമ്പില്ലേ, അല്ല ഈ കൊമ്പ്, ഇതിന്റെ 10 ഇരട്ടി പൊക്കത്തിലാണ് ട്രപ്പീസിലെ ഊഞ്ഞാലിന്റെ ബാർ. അത് കാല് രണ്ടും മടക്കി തല കീഴായി ഞാൻ തൂങ്ങിക്കിടക്കും. ദാ ഇങ്ങനെ. ഇങ്ങനെ കൈ രണ്ടും നീട്ടി അതി പിടിച്ചുകൊണ്ട് ഒരു പെണ്ണ് തൂങ്ങിക്കിടക്കും. അവിടെ കാലി പിടിച്ചുകൊണ്ട് ഒരാണ്. അങ്ങനെ ആണും പെണ്ണുമായി 5-6 പേര് തൂങ്ങിക്കിടക്കും. ഒക്കെ എന്റെ ഈ കാലിന്റെ ഒരു ബലത്തിലാണെന്ന് ഓർമ്മ വേണം. അങ്ങനെ തൂങ്ങിക്കിടന്നുകൊണ്ട് മെല്ലെ മെല്ലെ ആടും. ആ ആട്ടത്തിന്റെ തഞ്ചത്തിൽ ഓരോരുത്തരായി എതിർവശത്തുള്ള ബാറി ചാടിപ്പിടിച്ച് കയറും. അങ്ങനെ ഞാൻ മാത്രം ഇങ്ങനെ മെല്ലെ കൈവിട്ടുപോയാലോ? ഇങ്ങനെ താഴെ പോരും. രക്ഷയ്ക്ക് നെറ്റ് പോലും കെട്ടാതെയുള്ള അഭ്യാസമാണ്. താഴെ വീണാ പിന്നെ ഒരു കുട്ട കൊണ്ടുവന്ന് വാരിക്കൊണ്ട് പോയാ മതി. അല്ല പിന്നെ എന്നിട്ടല്ലേ എന്റെ നമ്പർ. തല കീഴായി തൂങ്ങിക്കിടന്നാടിക്കൊണ്ട് ഞാൻ 3 വട്ടം കൈ കൊട്ടും. 1 2 3. അതെന്തിനാ? മനസ്സുണ്ടായിട്ട്. എടാ കൊച്ചരെ, അതൊക്കെ നമ്പറിന്റെ ഒരു ഭാഗമാണ്. നീ ഇടയ്ക്കൊരു ചോദ്യം ചോദിക്കരുത് കേട്ടോ. ആ എന്നിട്ട് കാല് രണ്ടും നിവർത്തി ഒരൊറ്റ ജമ്പാണ്. താഴെ നിലത്തെത്തുന്നതിന് മുമ്പ് ഞാൻ 3 വട്ടം കരണം പറയും. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ കൂളായിട്ട് താഴെ നിലത്ത് വന്ന് 2 കാലും കുത്തി ഒരൊറ്റ നിപ്പാണ്. ആ നിപ്പിൽ തലയിലെ തൊപ്പി ഊരി ആൾക്കാരെ നോക്കി ഒരു സല്യൂട്ടുണ്ട്. താങ്ക് യു. കയ്യടിയുടെ ഒരു പൂരമാണ്. പിന്നെ ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക്. അടുത്ത ഐറ്റം ജീപ്പ് ജമ്പിങ്. സർക്കസിലെ ട്രപ്പീസ് ബാറിന് ഈ മരക്കൊമ്പിനേക്കാൾ എത്ര ഇരട്ടി പൊക്കം ഉണ്ടെന്നാ പറഞ്ഞത്? 10 ഇരട്ടി പൊക്കം. 10 ഇരട്ടി എന്ന് പറഞ്ഞ? 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 5-6 ഇരട്ടി. 5-6 ഇരട്ടി എന്ന് പറഞ്ഞ 4 ഇരട്ടി. അതിലൊട്ടും കുറയ്ക്കാൻ പറ്റില്ല. 4 ഇരട്ടി എങ്കിൽ 4 ഇരട്ടി. അതിനേക്കാൾ പൊക്കം കുറവാണല്ലോ ഈ കൊമ്പിന്. സർക്കസ് വല്ല നാട്ടിലും കിടക്കണു. കാണാനോ ഭാഗ്യമില്ല. എങ്കിൽ ഈ അഭ്യാസം എങ്കിലും ഒന്ന് കാണാമല്ലോ അല്ലേ? മാധവൻകുട്ടി ഒരു കാര്യം ചെയ്യും. ഈ കൊമ്പിന്ന് താഴോട്ട് ചാടി ഒരു കരണം മറിഞ്ഞ് 2 കാലി താഴെ വന്നിക്കുക. ഒരു കരണം മതി, ഞങ്ങൾ കൈയടിക്കാം അല്ലേ? കൈയടിക്കുന്നതിനെ പറ്റിയല്ല, അതിവിടെ പറ്റില്ല. കരണം പറഞ്ഞ് 2 കാലി താഴെ നിലത്തുനിന്ന് നിൽക്കണമെങ്കിൽ സ്പോട്ട് ലൈറ്റ് വേണം, മ്യൂസിക് വേണം. അങ്ങനെ അതിന്റെ ഒരു ട്രെയിനിങ്. അല്ലാണ്ട് ചാടിയ വിടലി ഉളുക്കും അല്ലേ? ചിലപ്പോ ചത്തും പോ. എന്തിനാ ഈ കുട്ടികളുടെ മുന്നിൽ വെച്ച് എന്റെ മാനം കളയണേ? എന്റെ പൂച്ച പുറത്തായാൽ ഇവറ്റയ്ക്ക് പിന്നെ എന്നെ വല്ല ബഹുമാനം ഉണ്ടാവൂ? ഇവരുടെ മുന്നിലെങ്കിലും ഞാനൊരു സ്റ്റാർ ആയിക്കോട്ടെ. ഇഷ്ടാ നമ്മുടെ രാജനെ ഇന്നിവിടെ കണ്ടേയില്ലല്ലോ. കണ്ടിട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ ദേ ഇന്നിരെ പോണുണ്ടല്ലോ, പറഞ്ഞുവിടാം. വേണ്ട വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. മനസ്സിലായി? എന്ത് മനസ്സിലായി? ചുമ്മാ ചോദിച്ചാണെന്ന്. രാജൻ നോക്കിക്കോളൂ, അടുത്ത കൊല്ലം ഉത്സവത്തിന് മുമ്പ് ഒരു ജോലി തരാവും തീർച്ച. എന്തോ ദിവസവും പോസ്റ്റ്മാന്റെ വരവും കാത്തുള്ള തപസ്സുണ്ടല്ലോ.
അനുഭവിക്കുന്നവർക്കേ അറിയാം എന്റെ വിഷമം. എവിടേക്കാ പൊതുലൊട്ടിയും തമ്പ്രാനും കൂടെ? എവിടേക്കും ഇല്ല, വെറുതെ. ആ മാധവൻകുട്ടിയൊക്കെ പറയണേ ഇയാളൊരു കള്ള വിളിച്ച പാടാണെന്നാ. തലവെട്ടിപ്പൊടിക്കലും രക്തം വീഴ്ത്തലും ഒക്കെ ഒരുതരം അടവാണത്രേ. പക്ഷെ ഉറഞ്ഞു തുണ്ണണ്ട, ശരിക്കും ബാധ കീറിയിട്ട് തന്നെയാണെന്നേ തോന്നൂ. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോരോ വേഷമല്ലേ നീ? ഏയ് പോസ്റ്റ്മാനെ, അവിടെ നിക്ക. ആ മേനെ ഒന്ന് നിക്ക, ചോദിക്കട്ടെ. പോസ്റ്റ്മാനെ, എനിക്ക് കത്ത് വല്ലോണ്ടോ നോക്കുക. ഒന്ന് നോക്കുക മേനെ. ഒരു 100 വട്ടം പറഞ്ഞിട്ടില്ലേ ഞാൻ മേനല്ല, നല്ല ഒന്നാം തരം പിഷാരടിയാണെന്ന്. പിഷാരടി എങ്കിൽ പിഷാരടി, കത്തുണ്ടോ നോക്കുക. കത്തുണ്ടെങ്കിലേ അതങ്ങോട്ട് വേണ്ട സ്ഥലത്ത് എത്തിച്ചു തന്നിരിക്കും. അതിന് ആ സർക്കാർ എനിക്ക് ശമ്പളം തരണേ, മനസ്സിലാവണ്ടോ? അല്ലാണ്ട് കാണുമ്പോ മെക്കിട്ട് തരാൻ പറഞ്ഞോണ്ട് കത്തുണ്ടാവില്ല. അത് വരി എന്നെ വേണം. ഇല്ലാത്ത കാശ് കടം വാങ്ങിയിട്ടാണ് ഓരോ അപേക്ഷ അയക്കുന്നത്. 4 ഇടത്തുനിന്ന് മറുപടി വരാനുണ്ട്. പറയണ കേട്ടാ എന്റെ ഉദാസീനത കൊണ്ടാണ് കത്ത് വരാത്തേന്ന് തോന്നുമല്ലോ. എന്നല്ല. പിന്നെ അയക്കണ അപേക്ഷകൾക്ക് മറുപടി അയക്കണമെന്ന് അത് കിട്ടുന്നവർ കൂടി തോന്നണ്ടേ. അല്ലാണ്ട് ഞാൻ വേറൊരു ദൂതൻ എന്ത് ചെയ്യാനാ? എന്നാലും മെന്നെ, മേനല്ല പിഷാരടി. അതെ പിഷാരടി, നിങ്ങൾ ഒന്നുകൂടെ ഉത്സാഹിക്കണം. ആ ഏട്ടൻ തമ്പുരാൻ 2 കത്തുണ്ട്, അതിലൊന്ന് ഇയാൾ കൊടുത്തോട്ടെ. ഏയ്, പറ്റില്ലല്ലോ. അപ്പൊ കൂട്ടുകാരന് കത്ത് വരാത്തതില് തമ്പുരാന് സങ്കടം ഉണ്ടെങ്കിൽ ഇനി ഒരു മാർഗേ ബാക്കിയുള്ളൂ. അനിയൻ തമ്പുരാൻ തന്നെ ഒരു കത്ത് എഴുതി പെട്ടിയിലിടുക. അത് കൃത്യമായിട്ട് ഞാൻ ഇയാൾക്ക് എത്തിച്ചു കൊടുത്തോളാം. എന്താ, മതിയോ? പാവം കത്ത് വരാണ്ട് അയാൾ എങ്ങനെയാ തരിക? എന്താ? ഞങ്ങള് കുട്ടിയും കോലും കളിക്കുമ്പോ കുട്ടി അവിടെ എവിടെ? തങ്ങിപ്പോയി. ആ, ദാ. അയ്യോ, എന്റെ ഈശ്വരാ, അയ്യോ 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 അയ്യോ, എവിടേക്ക് എന്നെ കൊണ്ടുപോണേ എന്റെ ഈശ്വര? ആരാ എന്നെ എടുത്തേക്കണേ? അതൊന്ന് പറയേ. ഞാനാണ് മുത്തശ്ശി, അനിയൻ കോവിലത്തെ. അനിയൻ തമ്പുരാനോ? ഭാഗ്യം, തൊട്ട അശുദ്ധായില്ലല്ലോ. ആവോ, ഭാഗ്യമൊന്ന് കൂട്ടിക്കോളൂ മുത്തശ്ശിയെ. കണ്ണീ കൊള്ളേണ്ടത് പുരിയത്തായിന്ന് കരുതുക. ആരായി പണി പറ്റിച്ചേ? തല തെറിച്ച് വല്ല നാശവിത്തുകളായിരിക്കും. കുരുത്തം കെട്ട വക കൊറേ ഉണ്ടല്ലോ ഈ നാട്ടില്. ഇനി ഇങ്ങോട്ട് വരട്ടെ പുളിയിലെറിയേ, എന്റെ കൈ കിട്ടാവറ്റെ. അയ്യോ മുത്തശ്ശി, കുട്ടികളല്ല, അല്ലാണ്ട് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധാണ്. ആ, എന്നിട്ടാണ് ഒന്നും അറിയാത്ത പഞ്ചപാവത്തെ പോലെ എന്നെ എടുത്തോണ്ട് ഇങ്ങോട്ട് ഓടിയതല്ലേ? ഞെളിഞ്ഞിരുന്ന് പറയണ കേട്ടില്ലേ? കുട്ടിയോളല്ല ഞാനാ മുത്തശ്ശിന്ന്. ഒന്നിനോളം വലുതായി പോയല്ലോ. അല്ലെങ്കിൽ തന്നേനെ ഞാനൊന്നു. അയ്യോ എന്റെ ഈശ്വരാ. അയ്യോ, ഈ തമ്പുരാൻ എന്തൊരു ശുദ്ധനാ. ഇത് കേറിയാക്കണ്ട വല്ല കാര്യമുണ്ട്. അവനവൻ ചെയ്തത് ഏറ്റു പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ, അല്ലേ മുത്തശ്ശി? അതെ മുത്തശ്ശി. അയ്യോ,